നാം എല്ലാം സ്വർഗം കൊതിക്കുന്നവരാണ്. നമ്മുടെ എല്ലാം ലക്ഷ്യം അല്ലാഹു തആല അവന്റെ സച്ചരിതരായ സജ്ജനങ്ങൾക്കായി സജ്ജീകരിച്ചിരിക്കുന്ന അനുഗ്രഹപൂരിതമായ സ്വർഗലോകവുമാണ്. നാം എപ്പോഴും ദീനീ സദസ്സുകളിലേക്ക് വരുമ്പോഴും നമ്മുടെ ലക്ഷ്യം സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്ന എന്തെങ്കിലും അവസരങ്ങൾ ലഭിക്കണമെന്നാണ്. ഒരു ഇൽമിന്റെ സദസ്സിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ തന്നെ ഹബീബായ റസൂൽ പഠിപ്പിച്ചത് സ്വർഗമാർഗത്തിലാണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമിനോടുള്ള ആഗ്രഹത്തിൽ ഒരു വഴിയിൽ ഒരു മാർഗത്തിലേക്ക് ഒരാൾ കടന്നാൽ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, അത് കാരണമായി അല്ലാഹു തആല അതുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള അവരുടെ വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇൽമിന്റെ മജ്ലിസുകൾ പോലും ഭൂമിയിലെ സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളാണ്. അല്ലാഹുവിനെ പറ്റി ചർച്ച ചെയ്യുന്ന സദസ്സുകൾ റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞത് ഇദാ മറർതും ബിരിയാദിൽ ജന്നതി ഫർതഉ, സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിലൂടെ പൂങ്കാവനങ്ങളിലൂടെ എപ്പോഴെങ്കിലും നിങ്ങൾ കടന്നുപോയാൽ അല്പസമയം മേഞ്ഞ് പ്രയോജനമെടുത്ത് സമയം ചെലവഴിച്ചിട്ട് കടന്നു പോവുക. സ്വഹാബത്ത് ചോദിച്ചു, വമാ റിയാദുൽ ജന്നത്തി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ ആ സ്വർഗ്ഗ പൂന്തോപ്പേതാ? റസൂലുള്ള പല സ്വർഗ്ഗ പൂന്തോപ്പുകളും പഠിപ്പിച്ചു. അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്, മാതാവിന്റെ കാൽ കീഴിലാണ് സ്വർഗ്ഗമെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ വീടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗ്ഗ പൂന്തോപ്പാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ജന്നത്തു തഹ്ത ദില്ലി സുയൂഫ്, സത്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളിയുടെ വാളിന്റെ നിഴലിൽ സ്വർഗ്ഗമുണ്ടെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ഞങ്ങൾക്ക് മറ്റുള്ള ഒരു സ്വർഗ്ഗം ഏതാ നബിയേ? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ പഠിപ്പിച്ചു ഹിലഖുൽ ദിക്ർ, അല്ലാഹുവിനെ ഓർക്കുന്ന സദസ്സുകളാണ്. അങ്ങനെ ഒരു സദസ്സിലാണ് നമ്മളുള്ളത്. സ്വർഗ്ഗ പൂന്തോപ്പിൽ നാം ഇരിക്കുന്നു. ഈ പൂന്തോപ്പിൽ ഇരുന്നു കൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള അമലുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ കഥാപാത്രങ്ങളാകുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ, അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും കുടുംബസമേതം സ്വർഗത്തിലേക്ക് കടക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആര് ചെയ്യുന്നോ അവർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സ്വർഗം വെച്ചിരിക്കുന്നത്. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ആമനു വഅമിലു സ്വാലിഹാ, ആരാണ് വിശ്വസിക്കുന്നത്, ആരാണ് സുകൃതങ്ങൾ ചെയ്യുന്നത്, അവർക്കാണ് സ്വർഗം. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവർക്കാണ് സ്വർഗം, അവർക്കാണ് സ്വർഗം. വിശുദ്ധമായ ഖുർആനിൽ പല ഭാഗങ്ങളിൽ ആവർത്തിച്ച് പല രീതിയിൽ പടച്ച തമ്പുരാൻ പറയുന്നുണ്ട്. ഈമാനോടുകൂടി അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നവർക്കാണ് സ്വർഗം. ഒരിടത്ത് പടച്ച തമ്പുരാൻ പറഞ്ഞത് വമൻ അമല സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫഉലൈക യദ്ഖുലൂനൽ ജന്ന. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അള്ളാഹുവിന്റെ അടിമകളിൽ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ മറ്റെല്ലാ ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി സാധാരണ എല്ലാ ഇടങ്ങളിലും പൊതുവായി പറയുമ്പോൾ വിശുദ്ധമായ ഖുർആനിന്റെ പൊതുവായ ശൈലി അനുസരിച്ച് പുരുഷന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഖുർആൻ ഇവിടെ പ്രത്യേക ഒരു രീതിയിൽ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ യഥാർത്ഥ ഈമാനോടുകൂടി ആര് സുകൃതങ്ങൾ അനുഷ്ഠിക്കുന്നുവോ അക്കൂട്ടർ സ്വർഗത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. ഒരു ദിവസം സ്വഹാബാക്കൾക്കിടയിൽ ഒരു ചർച്ചയുണ്ടായി. സ്വർഗത്തിൽ സ്ത്രീകളാണോ പുരുഷന്മാരാണോ കൂടുതൽ? സാധാരണ നമ്മളിങ്ങനെ വാളിന്റെ സദസ്സിൽ വരുമ്പോ സ്ത്രീകളിങ്ങനെ നരകത്തിലാണ്, പെണ്ണുങ്ങൾക്ക് നരകമാണ്, നരകം പെണ്ണുങ്ങൾക്ക് മാത്രമാണ് എന്ന് തോന്നിപ്പോകും. സഹോദരിമാരെ, ഇന്നത്തെ ദിവസത്തേക്ക് ഒരു മാറ്റം. ഇന്ന് നിങ്ങൾക്കുള്ള സ്വർഗമാണ് നമ്മുടെ ചർച്ച.
സഹാബാക്കൾക്കിടയിൽ ഒരു ചർച്ച നടക്കുകയാണ്, ഒരു തർക്കം തന്നെ നടക്കുകയാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ അയ്യുഹും അക്സറു ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ കൂടുതൽ ആരായിരിക്കും, ആണുങ്ങളാണോ അതോ പെണ്ണുങ്ങളാണോ? ചർച്ച ഇങ്ങനെ നടക്കുക. പല ഹദീസും പല ആയത്തുകളും വെച്ച് ചർച്ച നടക്കുക. അപ്പോഴാ അതിനിടയിലേക്ക് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്നു വന്നത്. എല്ലാവരും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിരുത്തി. അബൂ ഹുറൈറ, താങ്കൾ റസൂലുള്ളാഹിനോടൊപ്പം നടക്കുന്ന ആളല്ലേ? റസൂലുള്ളാഹിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ മനസ്സിലാക്കിയ ആളല്ലേ? താങ്കളൊന്ന് പറഞ്ഞുതാ, സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ ആണുങ്ങളാണോ അതോ പെണ്ണുങ്ങളാണോ? സ്വർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളായിരിക്കുമോ പുരുഷന്മാരായിരിക്കുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണാണ് പെണ്ണാണെന്നൊന്നും മറുപടി പറഞ്ഞില്ല. മഹാനവർകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന ആദ്യത്തെ ഒരു വിഭാഗം ആളുകൾ അവരെങ്ങനെയുള്ളവരായിരുന്നു വെച്ചാൽ റസൂലുള്ള പറയുകയാണ്, അവരുടെ മുഖം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുക്കുക, ഹബീബായ റസൂൽ അവരെ പരിചയപ്പെടുത്തിയിരുന്നു. അവരുടെ മുഖം അലാ സൂറത്തിൽ ബദ്രി ലൈലത്തിൽ ഖമർ, പരിപൂർണ ചന്ദ്രന്റെ ദിവസം ആ പൂർണ്ണ ചന്ദ്രൻ എങ്ങനെ ശോഭയോടുകൂടി കത്തിജ്വലിച്ചുകൊണ്ട് നിൽക്കുമോ, ആ ശോഭയോടെ, അതേ പ്രകാശത്തോടെ, അതേ ഭംഗിയോടെ സ്വർഗ്ഗത്തിലേക്ക് ആദ്യത്തെ വിഭാഗം ആളുകൾ കടന്നുകൂടും. അതിനുശേഷം വരുന്ന ആളുകൾ ആകാശലോകത്തുള്ള നക്ഷത്രങ്ങളെക്കാൾ പ്രകാശിക്കുന്നവരായി അടുത്ത കൂട്ടര് കടന്നു വരും. അങ്ങനെ ഓരോ കൂട്ടരും കടന്നു വരുമ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഈ കൂട്ടം ആളുകളൊക്കെ ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് കടക്കുമ്പോഴും അവരിൽ ഓരോ ആളുകൾക്കും 2 ഇണകളെ വെച്ച് പടച്ച തമ്പുരാൻ കൊടുക്കും. പുരുഷന്മാരെ പറ്റിയിട്ടാണ് ചർച്ച. ഓരോ പുരുഷന്മാർക്കും 2 സ്ത്രീകളെ വെച്ച് പടച്ച തമ്പുരാൻ കൊടുക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അവസാനിപ്പിച്ച് കടന്നുപോയി. ആണുങ്ങളാണെന്നോ പെണ്ണുങ്ങളാണെന്നോ കൂടുതലെന്ന് പറഞ്ഞില്ല. ഈ ഹദീസിനെ മുൻവെച്ചിട്ട് ചില ഉലമാക്കൾ പറയുന്നുണ്ട്, സ്വർഗ്ഗത്തിലും കൂടുതൽ സ്ത്രീകൾ തന്നെയായിരിക്കും. സ്വർഗ്ഗത്തിലും കൂടുതൽ സ്ത്രീകൾ തന്നെയായിരിക്കും. സ്വർഗ്ഗത്തിലെ ഒരു വലിയ അനുഗ്രഹം തന്നെ സ്ത്രീകളാണ്. സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമായി അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു പറയുന്നത് സ്വർഗ്ഗത്തിലെ സ്ത്രീകളാണ്. സ്വർഗ്ഗത്തിലെ സ്ത്രീകളാണ് ഹൂറുല്ലീങ്ങളായ സ്വർഗ്ഗ സ്ത്രീകൾ. വലിയ മഹത്വമുള്ളവരാണവർ, വലിയ സ്ഥാനമുള്ളവരാണവർ. ഒരു ദിവസം മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, ഹബീബായ മുത്ത് റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹതിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഹബീബായ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ റസൂലേ, അഖ്ബിറുനീ ഔ ഖൗലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ ഒരു ആയത്തിനെ പറ്റി എനിക്കൊന്ന് വിശദീകരിച്ചു തരുമോ ഹബീബേ? എന്നിട്ട് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ സ്വർഗ്ഗത്തിലെ സ്ത്രീകളെ പറ്റിയിട്ടുള്ള ആയത്തോതുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ഹൂറുല്ലീങ്ങളെ പറ്റിയിട്ടുള്ള വിവക്ഷ എന്താണെന്ന്, ആ സ്വർഗ്ഗത്തിലെ സ്ത്രീകളായ ഹൂറുല്ലീങ്ങൾ ആരാണെന്ന്, അവരുടെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഹബീബായ മുത്ത് റസൂലേ താങ്കൾ ഇരിക്കുന്ന പറഞ്ഞു തരുമോ ഹബീബേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സ്വർഗ്ഗത്തിലെ സ്ത്രീരത്നങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നില്ലേ? كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഹൂറുൽ ഐൻ
സ്വർഗ്ഗത്തിലെ സ്ത്രീകളുണ്ടല്ലോ, ഹൂറുൽ ഈൻ എന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതിന് ഹബീബായ മുത്ത് റസൂൽ വിവരിച്ചു തരികയാ. ഇന്ദ്രനീല കണ്ണുകളെ പോലെയുള്ള കണ്ണുകളുള്ളവർ ദുനിയാവിലെ പെണ്ണിന്റെ കണ്ണുകളല്ല, ദുനിയാവിലെ പെണ്ണിന്റെ കരിമഷി കൊണ്ട് വരച്ചാൽ മാത്രം ഒരുപക്ഷേ സൗന്ദര്യം തുളുമ്പുന്ന കണ്ണുകളല്ല. പിന്നെയോ ഖുർആൻ പറഞ്ഞ ഹൂറുൽ ഈൻ എന്ന പദപ്രയോഗമുണ്ടല്ലോ, ആ പദപ്രയോഗത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് തന്നെ പഠിപ്പിക്കുകയാ. ഇന്ദ്രനീല കല്ലുകളെ പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ള പെണ്ണുങ്ങളാ, നീളൻ കണ്ണുകളുള്ള പെണ്ണുങ്ങളാ. ആര് കണ്ടാലും മോഹിച്ചു പോകുന്ന, ആര് കണ്ടാലും ആശിച്ചു പോകുന്നതായ നല്ല സൗന്ദര്യ നയന മനോഹരികളായ പെണ്ണുങ്ങളാ സ്വർഗ്ഗലോകത്തെ ഹൂറുൽ ഈൻകളെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ വീണ്ടും മഹ്ദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദ്യം ചോദിക്കുന്നു, നബിയേ തീർന്നിട്ടില്ല നബിയേ, ഈ പെണ്ണുങ്ങളെ പറ്റി പടച്ചവൻ പറഞ്ഞത് കഅന്നഹുന്ന ബൈളും മക്നൂൻ, കഅന്നഹുന്ന ബൈളും മക്നൂൻ, തൊട്ടാൽ പൊട്ടുന്ന മുട്ടകളെ പോലെയുള്ള പെണ്ണുങ്ങളെന്നല്ലേ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബേ, അതിന്റെ വിവക്ഷ എന്താ റസൂലേ? സ്വർഗ്ഗലോകത്തെ പെണ്ണുങ്ങളെ പറ്റിയുള്ള ചർച്ചയാ. ഹബീബായ റസൂൽ പറയുകയാണ്, കോഴിമുട്ടയുടെ അകത്ത് എപ്രകാരം അതിന്റെ വെള്ളക്കരു എത്രയോ സുന്ദരമായി മനുഷ്യന്റെ കൈകൾക്ക് നൈർമല്യം പകരുന്ന രീതിയിലാണ്, അതുപോലെ തുടുതുടുത്ത പെണ്ണുങ്ങളാ സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങളെന്ന് മുഹമ്മദ് മുസ്തഫ. ഫീഹിന്ന ഖൈറാത്തുൽ ഹിസാൻ, സൗന്ദര്യം തുളുമ്പുന്ന പെണ്ണുകൾ ഹബീബായ മുത്ത് റസൂൽ പറഞ്ഞല്ലോ, മുഅശ്ശഖാത്തുൻ മുഹബ്ബബാത്ത്, ആരും മോഹിച്ചു പോകുന്ന പെണ്ണുങ്ങളാ. ആർക്ക് കണ്ടാലും ഇഷ്ക് തോന്നുന്ന പെണ്ണുങ്ങൾ, ആർക്ക് കണ്ടാലും മഹബ്ബത്ത് തോന്നുന്ന പെണ്ണുങ്ങൾ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, സ്വർഗ്ഗലോകത്തിലേക്ക് കടന്നു ചെല്ലുന്നവര് ആ സ്വർഗ്ഗലോകത്ത് അവർക്ക് കാണാൻ സാധ്യമാകുന്നതാ. ആ സ്വർഗ്ഗലോകത്ത് ചില പ്രത്യേക കൂടാരങ്ങൾ ഉണ്ടാകുമത്രേ. ഹൂറും മഖ്സൂറാത്തും ഫിൽ ഖിയാം, അങ്ങനെയുള്ള ആ സൗന്ദര്യത്തിന്റെ കൂടാരത്തിന്റെ ഉള്ളിൽ പടച്ചതമ്പുരാൻ ആ സുന്ദരികളായ തരുണീമണികളെ ഒരുക്കി വെച്ചിരിക്കുകയാണത്രേ. നാളുന്നവരെയും ഒരു മനുഷ്യനോ ഒരു ജിന്നോ പോലും സ്പർശിച്ചിട്ടില്ലാത്ത, ആര് കണ്ടാലും കുതിച്ചു പോകുന്ന നയന മനോഹരങ്ങളായ, ആർക്ക് കണ്ടാലും ഇഷ്ടം തോന്നുന്ന, ആർക്ക് കണ്ടാലും സ്നേഹം തോന്നുന്ന സുന്ദരികളായ തരുണീമണികളെ പടച്ചതമ്പുരാൻ സ്വർഗ്ഗലോകത്തൊരുക്കി വെച്ചിരിക്കുകയല്ലേ. വിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്, കഅന്നഹുന്ന ബൈളും മക്നൂൻ, തൊട്ടാൽ പൊട്ടുന്ന പെണ്ണുങ്ങളല്ലേ. ലുഅ്ലുഅൽ മർജാൻ, മരതങ്ങളെ പോലെ, മാണിക്യങ്ങളെ പോലെ ഹബീബായ റസൂൽ പരിചയപ്പെടുത്തിയില്ലേ. ഒരു ചിപ്പി കടലിന്റെ ആഴങ്ങളിൽ കിടക്കുന്ന ചിപ്പി, ആ ചിപ്പി ഒന്ന് തുറന്നു നോക്കുമ്പോൾ നാളുന്നവരെയും ഒരു മനുഷ്യന്റെ കരസ്പർശനം പോലും ഏറ്റിട്ടില്ലാത്ത വിശുദ്ധിയുടെ വിളനിലമായി വെട്ടിത്തിളങ്ങുന്ന മുത്തുകളെ പോലെ സ്വർഗ്ഗലോകത്തിന്റെ കൂടാരത്തിന്റെ അകത്തളങ്ങളിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഹബീബായ മുത്ത് പറയുന്നു, ആ പെണ്ണുങ്ങളുടെ കാൽത്തണ്ടകൾ, അവരുടെ കാൽത്തണ്ടകളുടെ തൊലിക്കുള്ളിലിരിക്കുന്ന മാംസം പോലും പുറത്തു നിന്ന് മനുഷ്യർക്ക് കാണാൻ പറ്റുമത്രേ. യാതൊരുവിധ മരുന്നുകളും തേച്ചിട്ടല്ല, യാതൊരുവിധ ലേപനങ്ങളും ഉപയോഗിച്ചിട്ടല്ല, രാസവസ്തുക്കളെ പ്രയോഗിച്ചിട്ടല്ല. പടച്ചതമ്പുരാൻ അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പ്രത്യേകമായ സ്വഭാവത്തിൽ പടച്ചവൻ അവരെ സൃഷ്ടിച്ചിരിക്കുകയാ. സമപ്രായക്കാരായ തരുണീമണികളാണവർ, സമപ്രായക്കാരായ തരുണീമണികൾ. കവാഇബ അത്റാബ, അല്ലാഹു
അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ആ പെണ്ണുങ്ങൾ തുടുതുടുത്ത മാറിടങ്ങളോടുള്ളതായ ആര് കണ്ടാലും മോഹിക്കുന്ന, ആര് കണ്ടാലും കുതിച്ചു പോകുന്ന സ്വർഗത്തിലെ ഹൂറികളെ പറ്റി വിശുദ്ധമായ ഖുർആൻ വിവരിക്കുകയാ. ഈ ആയത്തുകൾ ഓരോന്നും അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഓരോന്നിന്റെയും വിശദീകരണങ്ങൾ ഇങ്ങനെ ചോദിച്ചു വരുമ്പോ ഹബീബായ മുത്തു റസൂല് സ്വർഗത്തിലെ ഹൂറികളുടെ സൗന്ദര്യത്തെ വിവരിച്ചു കൊണ്ടിരുന്നു. എല്ലാം അവസാനിച്ചു കഴിയുമ്പോ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പഠിപ്പിക്കുന്നു, അവളുടെ ശരീരമുണ്ടല്ലോ നല്ല വെളുവെളുത്ത പട്ടുപോലെ ഇരിക്കുന്ന ശരീരമാ. അവളുടെ ശരീരം നല്ല വെളുത്തു തുടുത്ത പട്ടിനെ പോലെ ഇരിക്കുന്ന ശരീരമാ. അവളുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളുണ്ടല്ലോ നല്ല മഞ്ഞ നിറമുള്ള വെട്ടിത്തിളങ്ങുന്ന ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ സ്വർഗത്തിൽ കടന്നുകൂടുന്നതാ. ഹബീബായ റസൂൽ സ്വർഗത്തിലെ ഹൂറികളെക്കാൾ മഹത്വമുള്ള ദുനിയാവിലെ പാവപ്പെട്ട പെണ്ണിനെ പരിചയപ്പെടുത്തുമ്പോ മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ബിമാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബേ, എന്ത് കാരണം കൊണ്ടാണ് നബിയേ സ്വർഗത്തിൽ പടക്കപ്പെട്ട പെണ്ണിനേക്കാൾ ദുനിയാവിലെ പെണ്ണിന് മഹത്വം കിട്ടാനുള്ള കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വലാത്തുഹുന്ന വസിയാമിഹുന്ന. സ്വർഗത്തിലെ പെണ്ണ ആർക്കാ നബിയെ മഹത്വം? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, സ്വർഗത്തിലെ പെണ്ണിനേക്കാൾ എത്രയോ മഹത്വമുള്ളവളാ ദുനിയാവിലെ പെണ്ണ്. സ്വർഗത്തിലെ പെണ്ണിനേക്കാൾ മഹത്വമുള്ളവളാണ് ചുറ്റുമൂലയിലെ പെണ്ണ്. സ്വർഗത്തിലെ പെണ്ണിനേക്കാളും മഹത്വമുള്ളവളാണ് കരുനാഗപ്പള്ളിയിലെ പെണ്ണ്. എന്റെയും നിങ്ങളുടെയും വീട്ടിലിരിക്കുന്ന പെണ്ണ് സ്വർഗത്തിലെ പെണ്ണുങ്ങളെക്കാൾ മഹത്വമുള്ളവളെന്ന് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ള വർണ്ണിക്കുക അവളുടെ മുഖം, അവളുടെ ശരീരം, അവളുടെ വസ്ത്രം, അവളുടെ ആഭരണം, അവളുടെ സ്വഭാവം, അവളുടെ മഹത്വം, അവളുടെ മഹിമകൾ എല്ലാം കഴിഞ്ഞപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അതെന്താ നബി അങ്ങനെ? അതെന്താ നബി അങ്ങനെ? ഞങ്ങൾക്ക് ഇത്രയും സ്ഥാനം കിട്ടാൻ കാരണം എന്താ? റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ടാ, വേറൊന്നും കൊണ്ടല്ല, കുടുംബ മഹിമ കൊണ്ടല്ല, പണം കൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാ, ദുനിയാവിലെ പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വർഗത്തിലെ പെണ്ണുങ്ങളുമായി വാഗ്വാദം നടത്തുമത്രേ. സ്വർഗത്തിലെ പെണ്ണുങ്ങളും ദുനിയാവിലെ പെണ്ണുങ്ങളും തമ്മിൽ വാഗ്വാദം നടത്തുമത്രേ. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ വിളിച്ചു പറയുന്നു, ഫലാ നസ്ഖതു അബദാ വനഹ്നു النعيمات فلا نبأس أبدا ونحن المقيمات فلا نلعن أبدا ونحن الخالدات فلا نموت أبدا ونحن خيرات حسان ونحن حبيبات لأزواج الكرام. സ്വർഗത്തിലെ പെണ്ണുങ്ങള് ദുനിയാവിലെ പെണ്ണുങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വലിയ ആവേശം പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വന്ന പെണ്ണുങ്ങളെ വനഹ്നു റാദിയാൻ ഫലാ നസ്ഖതു അബദാ. ഈ പെണ്ണുങ്ങളെ ഞങ്ങൾ തൃപ്തിയടഞ്ഞ സ്ത്രീകളാണ്, ഒരിക്കലും ഞങ്ങൾ ആരോടും കോപിക്കില്ല. പെണ്ണുങ്ങളെ ദുനിയാവിൽ വെച്ച് നിങ്ങളെ ഭർത്താക്കന്മാരോട് കോപിച്ചവരല്ലേ, ദുനിയാവിൽ വെച്ച് നിങ്ങൾ കുടുംബക്കാരോട് വഴക്കടിച്ചവരല്ലേ, നിങ്ങൾക്ക് വികാര വിചാരങ്ങൾ ഉള്ളവരല്ലേ, നിങ്ങൾ ഒരുപാട് സ്വഭാവ വീക്ഷണങ്ങളും ഒരുപാട് വീഴ്ചകളും സംഭവിച്ചു പോയവരല്ലേ, നിങ്ങൾക്ക് ഒരുപാട് ദൗർബല്യതകൾ ഉള്ളവരല്ലേ. എന്നാൽ സ്വർഗത്തിൽ തന്നെ പടക്കപ്പെട്ട ഞങ്ങളാകുന്ന ഹൂറികളായ പെണ്ണുങ്ങളുണ്ടല്ലോ,
ഇല്ല പെണ്ണുങ്ങളെ, ഞങ്ങൾ ഒരിക്കലും ആരോടും ഇന്നുവരെയും കോപിച്ചിട്ടുള്ളവരല്ല. വീണ്ടും ആ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ വിളിച്ചു പറയുകയാ, ദുനിയാവിലെ പെണ്ണിനോട് സ്വർഗത്തിലെ പെണ്ണ് വിളിച്ചു പറയുകയാണ്, ഏ ദുനിയാവിലെ പെണ്ണുങ്ങളെ, സ്വർഗത്തിലെ പെണ്ണുങ്ങളാകുന്ന ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളെ പടച്ച തമ്പുരാൻ പരിപൂർണമായി നേരായ മാർഗത്തിൽ പടച്ചവരാ. ഞങ്ങൾ നിങ്ങളെ പോലെ വളവുകളുള്ളവരല്ല, ഞങ്ങൾ നിങ്ങളെ പോലെ കുഴപ്പങ്ങളുള്ളവരല്ല. വീണ്ടും അവരെ വിളിച്ചു പറയുകയാണ്, ഞങ്ങളുണ്ടല്ലോ പരിപൂർണ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരാ. ഞങ്ങൾ ഒരിക്കലും യാതൊരുവിധ കുഴപ്പങ്ങളും ഉള്ളവരല്ല. ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ തീർന്നു പോകുന്നതല്ല പെണ്ണുങ്ങളെ. എന്നാൽ ദുനിയാവിൽ നിന്ന് വന്ന പെണ്ണുങ്ങളെ, നിങ്ങളുടെ യുവത്വകാലം കഴിഞ്ഞു പോയാൽ, നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് കഴിഞ്ഞു പോയാൽ, നിങ്ങളുടെ സൗന്ദര്യം കൊഴിഞ്ഞു പോകുന്നില്ലേ, നിങ്ങളുടെ ആരോഗ്യം കൊഴിഞ്ഞു പോകുന്നില്ലേ, നിങ്ങളുടെ യൗവനത്തിന്റെ തുടുതുടുപ്പ് പോയില്ലേ, നിങ്ങളുടെ ശരീരത്തിന്റെ ചുറുചുറുക്ക് പോയില്ലേ. എന്നാൽ സ്വർഗത്തിൽ തന്നെ പടക്കപ്പെട്ട സ്വർഗത്തിലെ ഹൗറിലകളായ ഞങ്ങളുടെ സൗന്ദര്യത്തിന് നാശമില്ല. ഞങ്ങളെല്ലാ ഇപ്പോഴും സൗന്ദര്യമുള്ളവർ തന്നെയാ. വീണ്ടും അവർ വിളിച്ചു പറയുന്നു, വനഹുൽ ഖാലിദാ ഫലാ നമൂതു അബദാ. ദുനിയാവിലെ പെണ്ണുങ്ങളെ, ഞങ്ങൾ കാലാകാലം ജീവിച്ചിരിക്കുന്ന പെണ്ണുങ്ങളാ. പടക്കപ്പെട്ട് കഴിഞ്ഞാലും മരണമില്ലാത്തവരാണ് ഞങ്ങൾ. നിങ്ങൾ മരിച്ചവരാണ്, നിങ്ങൾ മയ്യിത്തായവരാണ്, നിങ്ങൾ മണ്ണോട് മണ്ണായി അടക്കപ്പെട്ടവരാണ്, മണ്ണ് തിന്നവരാണ്, പുഴുക്കൾ തിന്നവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിലെ പെണ്ണിനോട് വഴക്കടിക്കുമ്പോൾ മഹതിയായ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ സന്ദർഭത്തിൽ ദുനിയാവിലെ പെണ്ണിന്റെ മറുപടി, ഈ സമയത്ത് ദുനിയാവിലെ പെണ്ണിന്റെ മറുപടി വരികയാണ്, ഏ സ്വർഗത്തിലെ ഹൂറികളെ, നിങ്ങൾ പറഞ്ഞതൊക്കെയും ശരി തന്നെയാ. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കണേ, വനഹുലുൽ മുസല്ലിയാ, ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നു ഭൂമിയിൽ. വനഹുലുൽ മുസല്ലിയാ ഫമാ സല്ലൈതുന്നാ വനഹുലു സായിമാ ഫമാ സുംതുന്നാ വനഹുലുൽ മുതവദ്ദിആ വമാ തവല്ലഅതുന്നാ വനഹുലുൽ മുതസദ്ദിഖാ ഫമാ തസദ്ദഖതുന്നാ. സ്വർഗത്തിൽ തന്നെ പടക്കപ്പെട്ട ഹൂറികളെ, എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണേ, ഞങ്ങൾ ദുനിയാവിൽ നിന്ന് വന്ന പെണ്ണുങ്ങൾ, ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൃത്യമായി നിസ്കരിച്ചവരാ. വികാര വിചാരങ്ങൾ പടച്ചവൻ ഞങ്ങൾക്ക് തന്നിട്ട്, കുടുംബത്തിന്റെ ജോലികളും പ്രാരാബ്ദങ്ങളും തന്നിട്ട്, ഞങ്ങളുടെ ആവശ്യങ്ങളും തന്നിട്ട്, അതൊക്കെയും ഞങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുമ്പോഴും സ്വർഗത്തിലെ ഹൂറികളെ, ഞങ്ങൾ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ 5 നേരം കൃത്യമായി നിസ്കരിച്ചവരാ. പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ? പടച്ച തമ്പുരാന്റെ മുമ്പിൽ, റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഇന്ന് വരെ നിങ്ങൾക്കൊന്ന് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ പെണ്ണുങ്ങളെ? സ്വർഗത്തിലെ ഹൂറികളെ, ഞങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് നോമ്പ് പിടിച്ചവരായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിനു വേണ്ടി പകലന്തിയോളം 12-15 മണിക്കൂറോളം വിശപ്പും ദാഹവും അടക്കി പിടിച്ചന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചവളാ ഞങ്ങളാകുന്ന പെണ്ണുങ്ങൾ. എന്നാൽ സ്വർഗത്തിലെ പെണ്ണുങ്ങള് പ്രവാസം തുന്നാ, ഇന്ന് വരെ ഒരു നോമ്പ് പിടിക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി വിശപ്പ് സഹിക്കാൻ, അല്ലാഹുവിന് വേണ്ടി ദാഹം സഹിക്കാൻ സ്വർഗത്തിലെ പെണ്ണെ നിനക്ക് പറ്റിയിട്ടുണ്ടോ? വീണ്ടും വിളിച്ച് പറയുന്നു, വനഹുൽ മുതവല്ലിആൻ വമാ തവല്ലഅതുന്നാ. സ്വർഗത്തിലെ ഹൂറികളെ, ഞങ്ങൾ ദുനിയാവിൽ ചങ്ങസ്നാനം വരുത്തിയവരാ. റബ്ബിന്റെ പൊരുത്തത്തെ കരുതി വന്നു ചെയ്തുകൊണ്ട് ശുദ്ധിയായി ജീവിച്ചവർ ഞങ്ങൾ. എന്നാൽ സ്വർഗത്തിലെ ഹൂറികളെ, ഇന്ന് വരെ നിങ്ങൾക്ക് വുളൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ നിങ്ങൾക്ക് വുളൂ ചെയ്യാൻ സാധ്യമായിട്ടുണ്ടോ?
കേൾക്കുമ്പോ വീണ്ടും വിളിച്ചു പറയുന്നു വനഹുൽ മുതസദ്ദിഖാ, ഞങ്ങൾ സ്വതക്ക ചെയ്തവരാ, അല്ലാഹുവിന് വേണ്ടി സമ്പത്ത് കൊടുത്തവരാ, ഞങ്ങളുടെ ആഭരണങ്ങൾ അലങ്കാരത്തിന്റെ ഭാഗമായ ആഭരണങ്ങൾ ദീനിന്റെ സദസ്സിലൂടെ കൊടുത്തുകൊണ്ട് സ്വതക്ക ചെയ്തവരാണ് ഞങ്ങൾ. എന്നാൽ സ്വർഗത്തിലെ പെണ്ണുങ്ങള് നിങ്ങൾക്ക് ഇന്ന് വരെ സ്വതക്ക ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ തോൽപ്പിച്ചു കളയും ദുനിയാവിലെ പെണ്ണുങ്ങളെന്ന് മഹദിയായ സയ്യിദ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ പോലും തോൽപ്പിക്കും. ആര്? ദുനിയാവിലെ പെണ്ണുങ്ങൾ. റസൂലുള്ള പറഞ്ഞു, സ്വർഗത്തിലെ പെണ്ണുങ്ങളെക്കാൾ 70 ഇരട്ടി സൗന്ദര്യമുള്ളവളായിരിക്കും ദുനിയാവിലെ പെണ്ണ്. നമ്മുടെ ഇന്നത്തെ ഭാര്യമാരായിരിക്കില്ല നാളെ. സൗന്ദര്യം കൂടും, ആരോഗ്യം കൂടും. പ്രായമൊക്കെ 33 വയസ്സ്. കിളവിമാരെ ഒന്നും സ്വർഗത്തിലെടുക്കൂല. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഒരു വയസ്സായ ഉമ്മ വന്നു. എന്നിട്ട് ഇങ്ങനെ സ്വർഗത്തെ പറ്റി വെച്ച്, നബി എനിക്ക് സ്വർഗമുണ്ടോ? കിളവിമാരൊന്നും സ്വർഗത്തെ എടുക്കൂല എന്ന് പറഞ്ഞു. ആകെ വിഷമമായി, കരഞ്ഞു പിഴിഞ്ഞിറങ്ങിപ്പോയി. റസൂലുള്ള പറഞ്ഞു, ആ ഉമ്മായി ഇനി വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. പറഞ്ഞു, ഉമ്മ, കിളവിമാരൊന്നും സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാ. അവിടെ കിളവിയും കിളവനൊന്നും ഉണ്ടാവില്ല. നല്ല ജവാന്മാരായിരിക്കും അവിടെ. നല്ല ജവാന്മാരും ജവാത്തികളും സ്വർഗത്തിലെ 33 വയസ്സ്. സ്വർഗത്തിലെ ഹൂർലീങ്ങളൊക്കെ നമ്മുടെ പെണ്ണുങ്ങളുടെ തോഴിമാര്, ഖാദിമീങ്ങളാ. നമ്മുടെ പെണ്ണുങ്ങളുടെ ഖാദിമീങ്ങളാണ് സ്വർഗത്തിലെ ഹൂർലീങ്ങൾ. നമ്മുടെ പെണ്ണുങ്ങളാണ് അവിടുത്തെ റാണിമാർ, സ്വർഗത്തിലെ റാണിമാർ. ദുനിയാവിലെ പെണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് ഈ സ്ഥാനം കിട്ടി? എന്തുകൊണ്ട് ഈ മഹത്വം കിട്ടി? നിസ്കരിക്കുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നത് കൊണ്ട്, ശുദ്ധിയായി ജീവിക്കുന്നത് കൊണ്ട്, നോമ്പ് പിടിക്കുന്നത് കൊണ്ട്, തഖ്വയോടുകൂടി ജീവിക്കുന്നത് കൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വർഗത്തിലെ പെണ്ണിനേക്കാൾ ദുനിയാവിലെ പെണ്ണിന്, ഇവിടെ ഇരിക്കുന്ന പെണ്ണിന്, ഈ വാഴ നോക്കുന്ന ഓരോ ഉമ്മമാർക്കും പെണ്ണന്മാർക്കും പടച്ച തമ്പുരാൻ സ്ഥാനവും മഹത്വവും കൊടുക്കുമെങ്കിൽ ആ സ്ഥാനവും മഹത്വവും ഒക്കെ അവരുടെ ഇബാദത്തുകളുടെ പേരിൽ, അവരുടെ ഇബാദത്തുകളുടെ പേരിൽ. ഇത് ചെയ്യാൻ തയ്യാറുണ്ടോ? അതാ നമ്മുടെ വിഷയം. ഈ ഇബാദത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? സന്ധ്യാസമയം ടിവിയുടെ മുമ്പിൽ പോയിരുന്നിട്ട് സ്വർഗം കിട്ടണോന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റിയാലിറ്റി ഷോയുടെ മുമ്പിൽ പോയിരുന്നിട്ട് സ്വർഗം കിട്ടണമെന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? എല്ലാവർക്കും സ്വർഗം വേണം. വാളിന്റെ സദസ്സിൽ വരുന്നു, സ്വർണ്ണം ഉരുത്തരുന്നു, സ്വർണം തരാം, പകരം സ്വർഗം തരണം. അതാണ് ഇപ്പൊ ആവശ്യം. ഞങ്ങൾ സ്വർണം തരാം, പകരം ഞങ്ങൾക്ക് സ്വർഗം കിട്ടണം. എന്റെ സഹോദരിമാരെ, സ്വർഗത്തിന് വേണ്ടി ആഗ്രഹമുണ്ട്, സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ സ്വർഗം കിട്ടാനുള്ള അമലുകൾ ചെയ്യുന്നുണ്ടോ? ടിവിയുടെ മുമ്പിൽ പോയിരുന്ന സ്വർഗം കിട്ടുവോ? ആ സ്വർഗത്തിലേക്കുള്ള പാതയിലൂടെ കടക്കാൻ സാധിച്ചിട്ടുണ്ടോ? സ്വർഗത്തിന്റെ റാണിമാരായി മാറണമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ പാതയിലൂടെ പോകണം. ഇന്ന് സിനിമ, ഇന്ന് സീരിയല്, ഇന്ന് റിയാലിറ്റി ഷോകള്, സ്ത്രീകളെല്ലാം അതിന്റെ മുമ്പിൽ പോയി വിഡ്ഢികളെ പോലെ ഇരിക്കുക. സന്ധ്യാസമയാവുമ്പോ വീട്ടിൽ ഇങ്ങനെ ടി വി തുറക്കുന്നു, ടിവിയിലൂടെ ഇങ്ങനെ സ്വീകരണ മുറിയിലേക്ക് സിനിമയും സീരിയലും വരുന്നു. അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മുടെ പെങ്ങൾ ഇങ്ങനെ കരയാ. സഹോദരിമാര് കരയുകയാ. സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള കരച്ചിലല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലല്ല. പിന്നെയോ സീരിയല് കണ്ടിട്ടുള്ള കരച്ചിൽ. വെറും വിഡ്ഢികളെ പോലെ, വെറും വിഡ്ഢികളെ പോലെ. ആർക്കാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് തിരിച്ചറിയണം. വിഡ്ഢിപ്പെട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് ടിവിയെ പരിചയപ്പെടുത്തിയെങ്കിൽ അതേ വിഡ്ഢിപ്പെട്ടികളുടെ മുന്നിൽ വിഡ്ഢികളെ പോലെ പോയിരുന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് അഭിനയിച്ച് തകർക്കുന്ന നടീനടന്മാരുടെ അഭിനയ മികവ് കണ്ട് കണ്ണീരൊഴുക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു മുസ്ലിം പെണ്ണ്. ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോണം. കരയുന്നത് ടിവിയുടെ മുമ്പിൽ അഭിനയം കണ്ടിട്ട്. ഇന്ന് വരെ അത് കണ്ടിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? ഈ സിനിമയിലും സീരിയലിലും ഒക്കെ വലിയ കുടുംബക്കാരായി, നല്ല ഭാര്യയായി, നല്ല കാമുകിയായി, നല്ല മകളായി, നല്ല അമ്മയായി അഭിനയിച്ച് തകർക്കുന്ന ഈ സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ യഥാർത്ഥ ജീവിതം ഒന്ന് എടുത്തു നോക്കേ.
ഈ നടീനടന്മാരിൽ എത്ര പേർക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതം നയിക്കാൻ പറ്റിയിട്ടുണ്ട്? നമ്മുടെ പെണ്ണുങ്ങളുടെ റോൾ മോഡലൊക്കെ അതാ. അവരെ പോലെ ജീവിക്കണം, അവരെ പോലെ ഡ്രസ്സ് ധരിക്കണം, അവരുടെ സ്വഭാവമായി മാറണം, അവരെ പോലെ കുടുംബ ജീവിതം നയിക്കണം, അവര് സ്നേഹിച്ചതുപോലെ ഭർത്താവിനെ സ്നേഹിക്കണം. അങ്ങനെ പോയാൽ സ്വർഗം കിട്ടുവോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ചിന്തിക്കണം. സ്വർഗത്തിലെ റാണിമാരാകാനാണ് കൊതിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ പിന്നാലെ അണിനിരക്കാൻ കഴിയണം. ആ സ്വർഗത്തിലെ രാജ്ഞിമാരുടെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണം. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു കടന്നിട്ടുണ്ടാകാം, പക്ഷേ റബീഉൽ അവ്വൽ എന്ന മാസം കടന്നു പോയിട്ടില്ലല്ലോ. ഹബീബായ റസൂലിന്റെ പേരുള്ള ഇഷ്ടം കുറയാൻ പാടില്ല. സ്വലാത്തിന്റെ ശബ്ദം കൊണ്ട് ഈ അന്തരീക്ഷം മുഖരിതമാക്കപ്പെടണം. ചുറ്റുമൂല ഗ്രൗണ്ടിലെ ഓരോ മണ്ഡരികളും നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നമുക്ക് അനുകൂല സാക്ഷികളായി കടന്നു വരട്ടെ. അതിന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ കാരണമാകട്ടെ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ഓരോ നിമിഷങ്ങളും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് അനുകൂല സാക്ഷിയാകണം. ഓരോ ചെടികൊടികളും പടച്ചവന്റെ മുമ്പിൽ നമുക്ക് അനുകൂല സാക്ഷിയാകണം. ലോകത്തിന്റെ നായകനെ നബിയുനാ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ തിരുദൂതരെ നബിയുനാ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകരെ മുഹമ്മദ് മുസ്തഫ, ബദറിന്റെ നായകനെ മുഹമ്മദ് മുസ്തഫ, ഉഹദിലെ പോരാളിയെ മുഹമ്മദ് മുസ്തഫ, ഖന്തക്കിലെ തൊഴിലാളിയെ മുഹമ്മദ് മുസ്തഫ, സത്യത്തിന്റെ പോരാളിയെ മുഹമ്മദ് മുസ്തഫ, അധർമ്മത്തിന്റെ എതിരാളിയെ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ മുഴുവനും പൊത്തൊളിയെ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പെങ്ങളെ, നിനക്ക് സ്വർഗ്ഗത്തിൽ പോകണോ? അതിന് സിനിമാ നടീ നടന്മാരുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല പെങ്ങളെ. നെഞ്ചോടടച്ചു പിടിച്ച സ്കൂളിലേക്ക് കോളേജിലേക്ക് കൊണ്ടുപോകുന്ന നോട്ട് ബുക്കിന്റെ പുറം ചട്ടയിലും സിനിമാ നടിയുടെ പണം വേണമെന്ന് വാശി പിടിക്കുന്ന എന്റെ സഹോദരി, അതേ നിന്റെ മൊബൈലിന്റെ വാൾപേപ്പറിൽ പോലും സുന്ദരിയായ സിനിമാ നടിയുടെ പടമിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഉറങ്ങാൻ കിടക്കുന്ന വീടിന്റെ അലമാരകളിലും നിന്റെ മുറിയുടെ ഭിത്തികളിൽ പോലും ഇഷ്ടപ്പെട്ട നടീനടന്മാരുടെ പടമൊട്ടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അവരുടെ സിനിമകളുടെ സീരിയലുകളുടെ പിന്നാലെ ആരാധനയോടുകൂടെ കടന്നു പോകുന്ന പെങ്ങളെ, സഹോദരി, നീ കൊതിക്കുന്നത് സ്വർഗമാണെങ്കിൽ, സ്വർഗത്തിലെ റാണിയാകാൻ നിനക്ക് കഴിയണമെങ്കിൽ ആ സ്വർഗത്തിലെ രാജ്ഞിമാരുടെ പിന്നിൽ അണിനിരക്കാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങൾക്ക് കഴിയട്ടെ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മദീനയുടെ മണൽപ്പരപ്പിൽ 4 വരകൾ വരയ്ക്കുകയാ. മദീനയുടെ മണലിലൂടെ ഹബീബായ റസൂൽ നീളത്തിൽ 4 വര വരച്ചു. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചത് എന്താണെന്നറിയുമോ? സഹാബാക്കളുടെ മനസ്സിൽ മറക്കാതെ വാങ്ങു പോകാതെ ഓർമ്മകൾക്കിടയിൽ തളം കെട്ടി നിൽക്കുന്നതിന് വേണ്ടി 4 വരകൾ വരച്ച് കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബ, ഇതാ എന്താണെന്നറിയുമോ? സഹാബ, ഇല്ല റസൂലേ, ഞങ്ങൾക്കറിയില്ല ഹബീബേ. അവിടുന്ന് പരിചയപ്പെടുത്തുന്നു, സഹാബ, അഫ്ളലുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ പെണ്ണുങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് 4 പേർക്കാ. സഹാബത്തിന്റെ മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ, മറന്നു പോകാതിരിക്കാൻ 4 വര വരച്ച് കൊടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാ. അഫ്ളലുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ പ്രധാനപ്പെട്ട 4 സ്ത്രീകളുണ്ടാകും സഹാബ. സ്വർഗത്തിലെ 4 പേർ, അവരാണ് സ്വർഗത്തിലെ രാജ്ഞിമാർ, അവരുടെ പിന്നിലാണ് സ്വർഗത്തിലെ റാണിമാർ.
ഫാത്തിമ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ വിവരിച്ചു കൊടുക്കുകയാ, സ്വർഗത്തിലെ രാജ്ഞിമാരായ 4 പേരാരെന്നറിയുമോ? അവിടുന്ന് പഠിപ്പിക്കുന്ന ഒന്നാമതായി എന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബിൻത് ഖുവൈലിദ്, ഒന്നാമതെന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയാ സഹാബ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ കണ്ട സിനിമയിലെ നടിയെ പോലെയല്ല, നീ കണ്ട സീരിയലിലെ നടിയെ പോലെയല്ല. പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം ജീവിതം നയിച്ച് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് മക്കയിലെ ഏറ്റവും പണക്കാരിയായിരുന്ന ഖദീജ അവസാനം വഫാത്താകുന്ന സന്ദർഭത്തിൽ മക്കയിലെ പരമദരിദ്രയായി മരണപ്പെട്ട ഖദീജ വഹിയിന്റെ ഭാരവുമായി ഹിറാ ഗുഹയിൽ നിന്നും പനി വിറച്ചുകൊണ്ട് വിറയ്ക്കുന്ന ശരീരവുമായി വീട്ടിലേക്ക് ഓടി വരുന്നതായ മുത്ത് ഹബീബിനെ മൂടി പുതപ്പിച്ച് കിടത്തിട്ട്, എന്റെ പ്രിയപ്പെട്ട ഹബീബേ, താങ്കൾ വിഷമിക്കേണ്ടുന്നതുണ്ട്. താങ്കൾ സർവഗുണ സമ്പന്നനല്ലയോ? താങ്കൾ പാവങ്ങളെ സഹായിക്കുന്നവരല്ലയോ? താങ്കൾ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണമല്ലയോ? താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവരല്ലയോ? എന്ന് പറഞ്ഞുകൊണ്ട് ഹിറാ ഗുഹയുടെ അന്ധകാരത്തിൽ നിന്ന് വഹീന്റെ വിശ്വബോധനത്തിന്റെ വെളിച്ചവുമായി വീടിന്റെ അകത്തളങ്ങളിലേക്ക് പേടിച്ച് വിയർച്ച് വിറച്ചുകൊണ്ടോടി വന്ന പ്രിയപ്പെട്ട പ്രിയമാരനെ മാറോടണച്ചു പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഹബീബായ റസൂലിന്റെ താങ്ങും തണലുമായി നിന്ന ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ ജീവിതത്തിന്റെ സായം സന്ധ്യകളെ സംബന്ധിച്ച മഹതിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വർഗ്ഗത്തിലെ രാജ്ഞിമാരിൽ ഒന്നാമതെന്റെ പ്രിയപ്പെട്ട ഖദീജ. പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് കഴിയട്ടെ, നിന്റെ ഭർത്താവിനോടൊപ്പം ഒരു ജീവിതം നയിക്കുമ്പോൾ സീരിയലിലെ നടിയെ പോലെ ജീവിക്കുകയല്ല പെങ്ങള്, സിനിമാ നടിയെ പോലെ ജീവിക്കുകയല്ല പെങ്ങള്. മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ അഫ്ളലുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗലോകത്തെ ഹൂറികളുടെ രാജ്ഞിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ ജീവിക്കാൻ പറ്റട്ടെ പ്രിയപ്പെട്ട പെങ്ങള്. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന സ്വർഗ്ഗത്തിലെ രാജ്ഞിമാരിൽ 2ാം സ്ഥാനം എന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിമ ബിൻത് മുഹമ്മദ്, മഹദിയായ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ. പ്രിയപ്പെട്ട വാപ്പാനോടുള്ള കടമകടപ്പാടുകൾ പൂർത്തീകരിച്ച ദഅവത്തിന്റെ മാർഗ്ഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പെട്ട പ്രിയപ്പെട്ട പിതാവ്, അതേ മക്കക്കാരെ വലിച്ചെറിഞ്ഞ അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നും പൊട്ടിയൊഴുകുന്നതായ ദുർഗന്ധം വമിക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാലയിൽ നിന്നും എഴുന്നേറ്റ് വന്ന പ്രിയപ്പെട്ട വാപ്പാന്റെ ശരീരത്തിലെ അഴുക്കുകൾ പുറക്കിക്കളഞ്ഞ് ആ വാപ്പാന് സമാധാനം പകർന്നു കൊടുത്ത പ്രായപൂർത്തിയായും മരണം വരെയും അന്യനായ പുരുഷന്റെ മുമ്പിൽ ഒരിക്കലും സൗന്ദര്യത്തിന്റെ പ്രദർശനം നടത്തിയിട്ടില്ലാത്ത ആദിയായ ബീവി ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹാ സ്വർഗ്ഗലോകത്തെ രാജ്ഞിയാണെന്ന് മുഹമ്മദ് മുസ്തഫ മൂന്നാമത് ഹബീബായ റസൂൽ പഠിപ്പിക്കുകയാ. ആസിയ ബിൻത് മുസാഹിം, മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹാ, ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ആസിയ, സാഹചര്യങ്ങൾ മുഴുവനും തനിക്കെതിരായിട്ടും ഭരണകൂടം തനിക്കെതിരായിട്ടും എല്ലാവരും തനിക്കെതിരായിട്ടും ഈമാനിനെ വലിച്ചെറിഞ്ഞ് കളയാതെ ഈമാനിനെ അക്ഷരാർത്ഥത്തിൽ ഹൃദയാന്തരങ്ങളിൽ ഉറപ്പിടിച്ചുകൊണ്ട് പടച്ച തമ്പുരാന് വേണ്ടി ജീവിതം നയിച്ച മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ എന്ന് മുഹമ്മദ് മുസ്തഫ അവസാനം അവിടുന്ന് പഠിപ്പിക്കുന്നു സ്വർഗ്ഗത്തിലെ രാജ്ഞിയാരാ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. വമറിയം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ. വമറിയം ഇബ്നത്ത് ഇമ്രാനിന്റെ മകൾ മറിയം അലൈഹിസ്സലാം പരിശുദ്ധിയുടെ പൂർത്തീകരണമായ സ്വഭാവ ശുദ്ധീകരണത്തിന്റെ മകുടോദാഹരണമായ അന്യനായ പുരുഷന്റെ കരസ്പർശനം ജീവിതത്തിൽ ഒരിക്കലും ശരീരത്തിലെത്തിയിട്ടില്ലാത്ത മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാം, ഇവർ 4 പേരുമായിരിക്കും സ്വർഗ്ഗത്തിലെ രാജ്ഞിമാരെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ പിന്നിലാണ്, ഈ രാജ്ഞിമാരുടെ പിന്നിലാണ് റാണിമാരായ പെണ്ണുങ്ങൾക്ക് ഒന്നുചേരാൻ കഴിയേണ്ടത്.
സഹോദരിമാരെ, ഇവരുടെ പിന്നിൽ അണിനിരക്കേണ്ടവരാണ് നാം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ, ആസിയ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ, മറിയം റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ ഭർത്താവിനോടുള്ള കടമ പൂർത്തീകരിച്ച, പിതാവിനോടുള്ള കടമകൾ പൂർത്തീകരിച്ച, പാതിവൃത്യത്തിന്റെ പ്രതീകമായി അല്ലാഹു തന്ന പൊന്നുമോനെ പോറ്റി വളർത്തിയ, പ്രതികൂലമായ സാഹചര്യങ്ങളിലൊക്കെയും ഈമാനിൽ അടിയുറച്ചു നിന്ന ഈ ധീര വനിതകളുടെ പിന്നിൽ അണിനിരക്കുന്നവർക്കാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്നത്. സീരിയല് കണ്ടിട്ട് എന്ത് നേട്ടം? എത്ര പേർക്ക് അതിൽ പരിശുദ്ധതയും പാതിവൃത്യവും അവകാശപ്പെടാൻ സാധ്യമാകും? മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ കീഴിൽ അനുസരണയോടുകൂടി ജീവിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വാപ്പയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. മറിയം റളിയല്ലാഹു അൻഹ ശരീരത്തിന്റെ പാതിവൃത്യം കാത്തു സൂക്ഷിച്ച് തന്റെ മകനെ പോറ്റി വളർത്തി. ആസിയ റളിയല്ലാഹു അൻഹ പീഡനങ്ങൾ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചു. എന്നാൽ എന്റെ സഹോദരി സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവരുടെ പിന്നിൽ അണിനിരക്കണം. എന്നാൽ നമ്മുടെ പെണ്ണുങ്ങൾ അണിനിരക്കുന്ന ഇന്നത്തെ സിനിമാ സീരിയൽ നടീനടന്മാർക്ക് എന്തു യോഗ്യത പറയാനുണ്ട്? സിനിമയിലും സീരിയലും നല്ല ഭാര്യ, നല്ല ഭർത്താവ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലോ എത്ര പേർക്ക് എന്തൊക്കെ സാധിച്ചിട്ടുണ്ട്? അവരെയൊക്കെ കണ്ടിട്ടല്ലേ എന്ത് അഭിനയവാ, എത്ര നല്ല ഭാര്യ, എത്ര നല്ല മകൾ. എന്നാൽ ഇതിൽ എത്ര പേർക്ക് ഈ അഭിനയിച്ചത്, എത്ര പേരുടെ കുടുംബജീവിതം സ്വസ്ഥമായിട്ട് പോയിട്ടുണ്ട്? എത്ര പേർക്ക് ഒരു നല്ല ജീവിതം അവകാശപ്പെടാനുണ്ട്? ചിലരൊക്കെ ഒരു ഭർത്താവ്, രണ്ട് ഭർത്താവ്, മൂന്ന് ഭർത്താവ്, നാല് ഭർത്താവും കഴിഞ്ഞ് അഞ്ചാമത്തെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നവരെയുണ്ട്. നമ്മുടെ സഹോദരിമാരിന്ന് സീരിയൽ അവരെ കാണാൻ വേണ്ടിയിട്ട് ആ കണ്ണും വീഴ്ച ഇങ്ങനെ കൊതിച്ചിരിക്കുക. സഹോദരിമാരൊക്കെ മനസ്സിൽ താലോലിച്ച് നടന്നു വന്നു. കാവ്യ മാധവൻ എന്ന് പറഞ്ഞാ വല്ലാത്ത തലവയാ. വല്ലാത്ത ഒരു സ്നേഹവാ. എന്തുണ്ടായി? എന്നാലും അവളാ പണി കാണിച്ചല്ലോ. എത്ര ഒരു ദീനിന്റെ സദസ്സിലൊന്നും ആ പേരുകൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റാത്തോണ്ടാ, അല്ലെങ്കിൽ എണ്ണി എണ്ണി നമുക്ക് ഇവിടെ പറയാമായിരുന്നു. കൃത്യമായി കുടുംബജീവിതം ഇവർക്കൊന്നും നയിക്കാൻ പറ്റിയിട്ടില്ല. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളും തുറന്നു കൊടുക്കും. പണം കിട്ടുമെങ്കിൽ ഏത് ചുടുചുംബന രംഗവും അഭിനയിക്കാൻ തയ്യാർ. ഇവരെ പോലെ ജീവിക്കാൻ ശ്രമിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? എന്റെ സഹോദരിമാരെ ചിന്തിക്കണം. നടക്കുവോ? അങ്ങനെ വിചാരിച്ചാൽ നടക്കുവോ? പോകേണ്ടത് സ്വർഗത്തിൽ. അണിനിരക്കുന്നത് മറ്റാരുടെയോ പിന്നില. അണിനിരക്കുന്നത് മറ്റാരുടെയോ പിന്നില. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വർഗത്തിൽ പോകാൻ ആണുങ്ങളെക്കാൾ എളുപ്പം പെണ്ണുങ്ങൾക്കാ. സ്വർഗത്തിൽ പോകാൻ ആണുങ്ങളെക്കാൾ എളുപ്പം പെണ്ണുങ്ങൾക്കാ. മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പുരുഷന്മാർക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ 10 കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് 10 ആയത്ത് ഇങ്ങനെ അദ്ദേഹം ഓതും. ആണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എത്ര കാര്യം? 10 കാര്യം. അതിങ്ങനെ എണ്ണി എണ്ണി പറയുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പെണ്ണിന് സ്വർഗത്തിൽ പോണോ 4 കാര്യം സൂക്ഷിച്ചാൽ മതി. എളുപ്പം ആർക്കാ? ആണിനേക്കാൾ എളുപ്പം സ്വർഗത്തിൽ പോകാൻ പെണ്ണുങ്ങൾക്കാ. സഹോദരിമാർക്കാ എളുപ്പം. പുരുഷന്മാർക്ക് 10 കാര്യം സൂക്ഷിക്കണം, പെണ്ണുങ്ങൾ 4 കാര്യം സൂക്ഷിച്ചാൽ മതി. എന്റെ സഹോദരിമാര് തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ സ്വർഗത്തിലെ റാണിമാരായി മാറാൻ, ആ സ്വർഗത്തിലെ രാജ്ഞിമാരുടെ പിന്നാലെ അണിനിരക്കാൻ 4 കാര്യം വളരെ എളുപ്പമാണ്. ഒരു പ്രശ്നമില്ല. 4 കാര്യം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് സഹോദരി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹ്റഹാ വഅത്വഅത് സൗജഹാ വഹസുനത് ഫർജഹാ
നാല് കാര്യങ്ങൾ പെണ്ണുങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഈ 4 കാര്യം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നാളെ അവളോട് പറയപ്പെടുമത്രേ ഉദ്ഖുലിൽ ജന്ന, എടി പെണ്ണേ നീ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. മിൻ ഐ അബ്വാബിൽ ജന്നത്തി ശിഅതി, നീ ഇഷ്ടപ്പെടുന്ന നീ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു വാതിലിലൂടെ നീ അങ്ങ് സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുക പെണ്ണ് എന്ന് 4 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും 4 കാര്യങ്ങളാ ഹബീബായ റസൂൽ പരിചയപ്പെടുത്തുന്ന. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളിൽ നിന്ന് പടച്ച തമ്പുരാന്റെ വിളിയാളനായ മുഅദ്ദിന്റെ കണ്ടനാളങ്ങളിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരണേ, വിജയത്തിലേക്ക് കടക്കണേ എന്ന ആഹ്വാനം മുടങ്ങിക്കേട്ട് കഴിഞ്ഞാൽ അപ്പോഴും ടിവിയുടെ മുമ്പിൽ ഇരിക്കുന്ന പെങ്ങളെ, സീരിയലിന്റെ മുമ്പിൽ ഇരിക്കുന്ന പെങ്ങളെ, ആ ടിവിയുടെ സൗണ്ട് പോലും ഒന്ന് കുറയ്ക്കാൻ നിനക്ക് മനസ്സില്ല, അതിന്റെ മുമ്പിലൊന്നും മാറി നിൽക്കാൻ നിനക്ക് മനസ്സില്ല, അല്ലാഹുവിന് വേണ്ടി വന്നു ചെയ്തൊന്ന് നിസ്കരിക്കാൻ നിനക്ക് താല്പര്യമില്ല. എന്നാൽ ഹബീബായ റസൂൽ പറയുന്നു, ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണോ, ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണോ, ഒന്നാമതായി അവൾ നിർവഹിക്കേണ്ടുന്നതെന്താ? ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, 5 നേരത്തെ നിസ്കാരം അവൾ കൃത്യമായി മുറുകെ പിടിച്ചാൽ, 5 നേരത്തെ നിസ്കാരം അവൾ കൃത്യമായി ഒന്ന് മുറുകെ പിടിച്ചാൽ അവൾക്ക് സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാവുകയാ. രണ്ടാമത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, വസാമത് ശഹ്റഹാ, വിശുദ്ധമായ റമളാനെത്തി കഴിഞ്ഞാൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൾ നോമ്പ് പിടിച്ചാൽ, വിശുദ്ധ റമളാനിൽ പോലും നോമ്പ് പിടിക്കാതെ ആ റമളാനിൽ പോലും ടിവിയുടെ മലീമസമായ കാര്യങ്ങളെ ഏറ്റെടുക്കാൻ കൊതിക്കുന്ന പെണ്ണില്ലയോ? കല്യാണത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് നോമ്പ് മുടക്കുന്ന പെണ്ണുങ്ങളില്ലേ? വിശുദ്ധമായ റമളാനിൽ ഖലായി പോയ നോമ്പിന് വീണ്ടും ഖലാ വീട്ടാതെ അടുത്ത റമളാൻ കൊണ്ടെത്തിക്കുന്ന പെണ്ണുങ്ങളില്ലേ? കോളേജിൽ പോകണം, സ്കൂളിൽ പോകണം, പരീക്ഷയാണെന്ന് പറഞ്ഞിട്ട് റമളാനിന്റെ നോമ്പ് ഉപേക്ഷിക്കുന്ന പെണ്ണുങ്ങളില്ലേ? ശരീര സൗന്ദര്യം കുറഞ്ഞു പോകും, റമളാൻ കഴിഞ്ഞാലുടൻ കല്യാണമാ എന്ന് പറഞ്ഞിട്ട് നോമ്പ് പിടിക്കാതിരിക്കുന്ന പെണ്ണുങ്ങളില്ലേ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, പൊന്നുമോളെ നിനക്ക് സ്വർഗം വേണോ പൊന്നുമോളെ? സ്വർഗത്തിലെ റാണിയായി നിനക്ക് വാഴണോ പൊന്നുമോളെ? എങ്കിൽ നീ മുറുകെ പിടിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം വസാമത് ശഹ്റഹാ, വിശുദ്ധമായ റമളാനിൽ കൃത്യമായി നോമ്പ് പിടിക്കലാ. വീണ്ടും അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുന്നു, മൂന്നാമത്തെ കാര്യം വഅത്വാഅത് സൗജഹാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനെ അനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറുണ്ടോ? നിന്റെ ഭർത്താവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറുണ്ടോ? ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരണയോടുകൂടി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ? ആ ഭർത്താവിനോട് വഴക്കടിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറുണ്ടോ? അങ്ങനെ ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണ് അവള് സ്വർഗത്തിലെന്ന് മുഹമ്മദ് മുസ്തഫ. നാലാമത് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിക്കുകയാ, വഅഹ്സനത് ഫർജഹാ, തന്റെ പാതിവൃത്യത്തെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണ്. വല്ലാത്ത കാലമല്ലേ, വല്ലാത്ത ലോകമല്ലേ. 2 ദിവസം മുമ്പ് വാർത്താമാധ്യമങ്ങളിലൂടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയല്ലേ നമ്മൾ കേട്ടത്? കാമുകനും മറ്റൊരു പെണ്ണിനോട് ജീവിതം ഉറപ്പിച്ചെന്നറിയുമ്പോ കാമുകനെ വെട്ടിനുറക്കി കഷണം കഷണമാക്കി ബിരിയാണി വെച്ച് വിളമ്പുന്ന പെണ്ണിന്റെ കാലഘട്ടമല്ലേ ഇതേ? കരുനാഗപ്പള്ളിയിലല്ലേ പാവപ്പെട്ട 11 വയസ്സുള്ള പൊന്നുമോള്
കാമുകന് വേണ്ടി കാഴ്ചവെച്ച നീചയായ ഒരു മാതാവ് ജീവിച്ചിരുന്നത് എത്രയോ അപകടകരമായ വാർത്തയാ. കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിന്റെ കഴുത്തറുക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിന്റെ തലയിൽ കല്ലെടുത്തിട്ട് കൊന്നുകളയുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, കാമുകനോടൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, പ്രിയപ്പെട്ട മക്കളെയും ഭർത്താവിനെയും മാതാപിതാക്കളെയും എന്തിനും അല്ലാഹുവിനെയും റസൂലിനെയും ഇസ്ലാമിനെയും പോലും ഉപേക്ഷിച്ചുകൊണ്ട് അന്യനോടൊപ്പം ഒളിച്ചോടുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, ഇഷ്ടപ്പെട്ട കാമുകന് വേണ്ടിയിട്ട് ശരീരം സമർപ്പിക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, വൃത്തികേട് മുഴുവനും അതേ കാലഘട്ടത്തിന്റെ സൗന്ദര്യത്തിന്റെ മേലങ്കിയാണെന്ന് ധരിച്ച് ആ വൃത്തികേടിന്റെ നടുത്തളത്തിൽ വിരാജിക്കുന്ന പെണ്ണിന്റെ കാലഘട്ടത്തില്, 21ാം നൂറ്റാണ്ടിന്റെ ജീർണിച്ച സംസ്കാരത്തിന്റെ ഇടയിൽ ഇസ്ലാമിക സംസ്കാരത്തിന് പ്രസക്തിയുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് റൂംമേറ്റിന്റെയും ക്ലാസ്മേറ്റിന്റെയും കൂടെ ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞുകൊണ്ട് സംസ്കാര ശൂന്യതയുടെ വ്യക്താക്കളായി ശരീരം തൊട്ടുരുമ്മിക്കൊണ്ട് കറങ്ങി നടക്കുന്ന പെണ്ണ്, കൂടെ പഠിക്കുന്നവനോടൊപ്പം ബൈക്കിന്റെ പിന്നാലെ മകം കെട്ടിമുറുക്കയിട്ട് ആ മുഖം മറച്ചിട്ടവന്റെ തോളത്തോട് തന്നെ ശരീരത്തിന്റെ മാറിടം ചേർത്തിട്ട് കടങ്ങി വെച്ച് നടക്കുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ കാലത്താ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പറയുന്നതായ ഹദീസ് ഒന്ന് ചിന്തിക്കണേ പെങ്ങളെ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികളെ, സ്കൂളും കോളേജും ക്യാമ്പസുകളുമായി ബന്ധപ്പെടുന്ന പെങ്ങളെ, ഇതൊരു രാഷ്ട്രീയ നേതാവിന്റെ വാഗ്ദാനമല്ല പെങ്ങളെ, ഇതൊരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ വാഗ്ദാനമല്ല പെങ്ങളെ, ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പഠിപ്പിക്കുന്നത്, ഇടിപ്പെണ്ണ് വഹ്സന ഫർജഹാ, നിന്റെ വികാരങ്ങൾ നീ സൂക്ഷിച്ചാൽ, നിന്റെ വികാരങ്ങൾ നീ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ, നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഈ 4 കാര്യങ്ങൾ സൂക്ഷിക്കുന്ന പെണ്ണിനോട്, നിസ്കാരം മുറുകെ പിടിക്കുന്ന പെണ്ണിനോട്, നോമ്പ് പിടിക്കുന്ന പെണ്ണിനോട്, ഭർത്താവിനെ അനുസരിക്കുന്ന പെണ്ണിനോട്, വികാരങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പെണ്ണിനോട് അല്ലാഹുവിന്റെ അറിയിപ്പ് വരും, പൊന്നുമോളെ ഉദ്ഖുലിൽ ജന്ന, എടി പെണ്ണേ നീ സ്വർഗത്തിൽ പോവുക. ഏതെങ്കിലും ഒരു സ്വർഗത്തിലേക്കല്ല പടച്ചവൻ കയറ്റിവിടുന്നത്. ഹബീബായ റസൂൽ പറയുന്നു, അവളോട് പടച്ചവൻ പറയും, നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക പെണ്ണ്, മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅ്തി, നീ ഇഷ്ടപ്പെടുന്ന നിനക്കിഷ്ടമുള്ള സ്വർഗത്തിന്റെ 8ഓളം കവാടങ്ങളുണ്ട്. ആ 8 കവാടങ്ങളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട വാതിലിനോട് ഉദ്ഖുലിൽ ജന്ന, ഈ സ്വർഗത്തിലേക്ക് കടന്നുകൊള്ളുകയെന്ന് ദുനിയാവിലെ പെണ്ണിനോട് അല്ലാഹു ഉത്തരവിടുമെന്ന് ലോകത്തിന്റെ നായകൻ നബിയുനാ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏ സഹോദരി, നിനക്ക് കഴിയട്ടെ 4 കാര്യം കൃത്യമായി നിസ്കരിച്ചാൽ, നിസ്കാരത്തിലൊക്കെ എത്രത്തോളം ശ്രദ്ധയുണ്ട്, നിസ്കാരത്തിൽ എത്രത്തോളം ശ്രദ്ധയുണ്ട് ഇന്നത്തെ പെണ്ണുങ്ങൾക്ക്. നിസ്കാരം ഉള്ളവർ എന്ന് പറയുന്നവർ പോലും ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധയില്ല. നിസ്കരിക്കുന്നവരാണ് എന്ന് പറയുന്നവർ പോലും അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വെച്ച് കുഞ്ഞിനെയൊക്കെ ഉറക്കി കുളിച്ച് വൃത്തിയായി ഒരു 3 മണിയാവുമ്പോ വന്നിട്ട് അസ്ർ നിസ്കാരം, ളുഹർ നിസ്കാരം, അതേ വളുവോടുകൂടി അസ്റും കൂടെ നിസ്കാരം. പിന്നെ മഗ്രിബിന്റെ കാര്യമൊന്നും പറയണ്ട. മഗ്രിബിന്റെ കാര്യം ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ വളുവൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കുക, വളുവൊക്കെ ചെയ്ത് നിസ്കാര കുപ്പായൊക്കെ ഇട്ട് മുസല്ലയും വിരിച്ചിട്ട് ഇങ്ങനെ കാത്തിരിക്കും. ബാങ്ക് വിളിച്ച അപ്പൊ നോമ്പ് ഉറിക്കുന്ന പോലെയാ നിസ്കാരം. നീ അഥവാ മൈക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും തട്ടിയാ മതി, സമയമായി. അല്ലാഹു അക്ബർ. സീരിയൽ തുടങ്ങുന്നതിന് മുമ്പേ നിസ്കരിച്ച് തീർക്കണം. അതിന്റെ ഒരു വെപ്രാളവാ, പെട്ടെന്ന് നിസ്കാരം തീർക്കണം. ചന്ദനമഴ ഇപ്പൊ തുടങ്ങും, പരസ്പരം ഇപ്പൊ തുടങ്ങും, നിലവിളക്ക് ഇപ്പൊ കത്തിക്കും. അതിനു മുമ്പ് നീ അഥവാ സീരിയൽ തുടങ്ങിയ ടിവിയുടെ മുമ്പിലായിരിക്കും മുസല്ല വിരിക്കുന്നത്. അല്ലാഹു അക്ബർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വജ്ജത്ത് ഓതി, ഫാത്തിഹ ഓതി, സൂറത്തും കഴിഞ്ഞാലും റുക്കൂയിൽ പോവില്ല. നിസ്കരിക്കല്ലേ ടിവിയും കണ്ടിട്ട്. അല്ലോ പരസ്യം വരുമ്പോ ഒരൊറ്റ റുക്കുവാ, അതുവരെ ഇങ്ങനെ ടിവിയിൽ നോക്കിയിരിക്കും.
ഇത് നിസ്കാരമായി ഇതൊക്കെ തഹിയാത്തിൽ ഇങ്ങനെ തഹിയാത്തുൽ മുബാറക്ക് പറയുമ്പോഴും ടിവിയിൽ നോക്കി അല്ലേ നടിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നവരുടെ കാര്യം പോലും ഇങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം, നിസ്കാരത്തിന്റെ കാര്യത്തിൽ സൂക്ഷ്മതയുണ്ടാകണം. ഇപ്പൊ എന്താ ഗർഭിണിയൊക്കെ ആയി കഴിഞ്ഞാൽ പ്രസവമൊക്കെ കഴിഞ്ഞാൽ പിന്നെ 40 ദിവസം വരെ നിസ്കാരം പെൻഡിങ്. 40 ചൂടാ. അത് ഇവക്ക് മാത്രമല്ല, ഉമ്മാക്കും ഉമ്മുമാക്കും ഒന്നും നിസ്കാരം ഉണ്ടാവില്ല. പെണ്ണിനെ നോക്കുന്നുണ്ട് നിസ്കാരം ഇല്ല. കുഞ്ഞു പെടുത്തു, കുഞ്ഞു കാഷ്ടിച്ചു, കുഞ്ഞിനെ കുളിപ്പിക്കണം, ഇവക്ക് നിസ്കാരമില്ല, ഉമ്മാക്ക് നിസ്കാരമില്ല, ഉമ്മാമാക്ക് നിസ്കാരമില്ല, ഇവിടെ നോക്കാൻ നിൽക്കുന്ന പെണ്ണിന് നിസ്കാരമില്ല, ആർക്ക് നിസ്കാരമില്ല. 40 ദിവസം പ്രസവ കുളി വരെ പെൻഡിങ്ങില്ല, ഒക്കെ പെൻഡിങ്ങില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണ് അവളുടെ നിഫാസ് രക്തം അതങ്ങനെ 40 ദിവസം വരെ ഒന്നും പോണമെന്നില്ല. ചിലപ്പോ 10 ദിവസം കഴിഞ്ഞ് നിൽക്കാം, അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞ് നിൽക്കാം. എപ്പോ നിന്നോ അപ്പൊ കുളിക്കണം. അതുമുള്ള നിസ്കാരം അവൾക്ക് ഫർള. 40 ദിവസം വരെ വീട്ടിൽ ആർക്കും നിസ്കാരമില്ല. സൂക്ഷിക്കണം. സ്വർഗത്തിലേക്ക് പോകണോ പെണ്ണുങ്ങളെ? വാളിനൊക്കെ കുറെ വാള് കേട്ടു, അൽഹംദുലില്ലാഹ്, നല്ല കാര്യമാ. വാളൊക്കെ കേൾക്കുന്നത് നല്ല. സ്വർണ്ണമൊക്കെ ഊരിത്തരണോ, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. നിങ്ങൾ എന്തേലും ഊരി തന്നിട്ടേ കാര്യമുള്ളൂ. അതൊക്കെ അൽഹംദുലില്ലാഹ് നല്ലതാ. പക്ഷേ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിസ്കരിക്കണം. നിസ്കാരം കൃത്യമാകണം. സുന്നത്ത് നിസ്കാരം നടത്തണം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഒരു ദിവസം 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു വീട് പണിയപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസമല്ല, ഓരോ ദിവസവും 12 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ തയ്യാറുണ്ടോ? ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ബാധകമാ. 12 റക്അത്ത് ഒരു ദിവസം സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് വേണ്ടി പടച്ചവൻ സ്വർഗത്തിൽ ഒരു മണിമാളിക, സൗകര്യങ്ങളുള്ള, സൗന്ദര്യങ്ങളുള്ള, അനുഗ്രഹങ്ങളുള്ള ഒരു വലിയ മണിമാളിക സ്വർഗത്തിൽ അല്ലാഹു തആല അവർക്ക് വേണ്ടി പടച്ചു കൊടുക്കും. 12 റക്അത്ത് മനസ്സിൽ കുറിച്ചു വെച്ചോളി. ളുഹറിന് മുമ്പ് ഒരു 4 റക്അത്ത്, ളുഹർ കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, മഗ്രിബ് കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, ഇശാ കഴിഞ്ഞിട്ടൊരു 2 റക്അത്ത്, സുബഹിക്ക് മുമ്പ് ഒരു 2 റക്അത്ത്. ഇങ്ങനെ 12 റക്അത്ത് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ അവർക്ക് വേണ്ടി ഒരു മണിമാളിക. എത്ര എളുപ്പമാ സ്വർഗത്തിൽ പോകല്. അമലുകളൊക്കെ ചെയ്ത് ഇങ്ങനെ പടച്ചവന് പൊരുത്തപ്പെട്ട ഒരു ജീവിതം നയിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയാത്തതെന്തേ? മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഒരാൾ ഫർള് നിസ്കരിച്ചു കഴിഞ്ഞ് ആ ഫർള് നിസ്കാരം കഴിഞ്ഞ ഉടനെ അവിടെ ഇരുന്നുകൊണ്ട് ഒരു ആയത്തുൽ കുർസി, നമുക്കൊക്കെ അറിയാലോ ആയത്തുൽ കുർസി. ഫർള് നിസ്കാരം കഴിഞ്ഞു ഒരാൾ ഒരു ആയത്തുൽ കുർസി ഓതിയാൽ അയാൾക്കും സ്വർഗത്തിനും ഇടയിലുള്ള ഒരേ ഒരു വ്യത്യാസം മരണം മാത്രമേ ഉള്ളൂ. ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, സ്വർഗത്തിലേക്ക് പോകാം. നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ റാണിയാകാനുള്ള അവസരങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു തരിക. നിസ്കാരം കഴിഞ്ഞിരുന്ന ഒരു ആയത്തുൽ കുർസി അങ്ങോട്ട് ഓതുക.